നമ്മൾ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് അടയാളങ്ങളുടെ ദൈവത്തെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നും ഇറങ്ങുന്ന, ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. രാജ്യങ്ങൾ മുഴുവൻ അറിയാൻ പോകുന്നു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് രാജ്യങ്ങൾ മുഴുവൻ അറിയുന്ന ദൈവപ്രവർത്തികൾ ദൈവം രാജ്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒരു രാജ്യത്തിന് പോലും നീക്കുപോക്കില്ല. അതിൽ ഒരു രാജ്യത്തിന് പോലും ഒഴിഞ്ഞിരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു രാജ്യം, ഈ ലോകത്തുള്ള ഒരു രാജ്യവും സേഫ് അല്ല എന്ന് ദൈവം തന്നെ തെളിയിക്കുന്ന ദൈവപ്രവർത്തികൾ രാജ്യങ്ങളിൽ ദൈവം ചെയ്തു കാണിക്കും. ആമേൻ. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഒരു രാജ്യങ്ങളും ഈ ലോകത്തിലെ മനുഷ്യർക്ക് ജീവിക്കാൻ സേഫ് അല്ല. ദൈവം ഒരുക്കിയ ഒരു രാജ്യമുണ്ട്, അത് മാത്രമാണ് സേഫ് എന്നുള്ളത് ലോക രാജ്യങ്ങളോട് ദൈവം തെളിയിക്കുന്ന ചില പ്രവൃത്തികൾ ലോക രാജ്യങ്ങളിൽ ഈ നാളുകളിൽ, ഈ 2024 ദൈവം ചെയ്തു കാണിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രകൃതിയാൽ, പ്രകൃതിക്ഷോഭങ്ങളാൽ ഒരു രാജ്യത്തിനും സ്വസ്ഥതയില്ലാത്ത വിധത്തിൽ ഉള്ള ദൈവപ്രവർത്തികൾ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. പലരും പല രാജ്യങ്ങളിലേക്കും ചേക്കേറുകയാണ്. ഈ രാജ്യങ്ങൾ ഞങ്ങൾക്ക് സേഫ് സോൺ ആണ്, ഈ രാജ്യങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, ഈ രാജ്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് പ്രതീക്ഷിച്ച് കയറിയ പല രാജ്യങ്ങളിൽ നിന്നും സ്വസ്ഥത കെട്ട് തിരിച്ചു വരുന്നത് പോലെ ഉള്ള സംഭവങ്ങൾ ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ജനം മുഴുവൻ അറിയും ഈ ലോകത്തിൽ കൂട്ടിവെക്കുന്നതും ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതും ഈ ലോകത്തിൽ കെട്ടിപ്പടുത്തു വെക്കുന്നതെല്ലാം ഇവിടെ കൊണ്ട് തീരുമെന്നും നിത്യമായൊരു വാസം ഉണ്ടെന്നുള്ളതും നിത്യമായൊരു ലോകമുണ്ടെന്നുള്ളതും ദൈവം ശില്പിയായി പണിതൊരു രാജ്യമുണ്ടെന്നുള്ളതും ലോക രാജ്യങ്ങളെ അറിയിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവപ്രവർത്തികളെ ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്നു. അത് മനുഷ്യരാരും ചെയ്യുകയില്ല. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന പ്രകൃതിയെ കൊണ്ട് തന്നെ ദൈവം അത് തെളിയിക്കും, ദൈവത്തെ വിളിപ്പിക്കും. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കുന്ന വിധത്തിൽ, അവർ ദൈവത്തെ വിളിക്കുന്ന വിധത്തിൽ ദൈവപ്രവൃത്തിയെ യേശു കർത്താവ് ചെയ്യാൻ പോകുന്നു. യേശു ജീവിക്കുന്ന ദൈവമെന്ന് രാജ്യങ്ങൾ പറയും. ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയടക്കം ലോകരാജ്യങ്ങളിൽ ഒരു ഹാളിന്റെ അകത്ത് ജനം കൂടുകയല്ല, വലിയ ഗ്രൗണ്ടുകളിൽ ജനം കൂടി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയടക്കം ലോകരാജ്യങ്ങളിൽ വലിയ ഗ്രൗണ്ടുകളിൽ ജനത്തിന് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഗ്രൗണ്ടുകളിൽ ജനം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിധത്തിൽ യേശു കർത്താവെന്ന് പറഞ്ഞ്, യേശു രാജാവെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി സഭ, അഭിഷിക്തന്മാർ ഒരുക്കിക്കൊള്ളുക. ദൈവം ഇന്നു വരെ നമ്മൾ കാണാത്തത് കർത്താവ് ചെയ്യാൻ പോവാം. ഒരു രാജ്യത്തിന് പോലും, ഈ ലോകത്തിൽ ഒരു രാജ്യത്തിന് പോലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കാൻ പോവുക. ഒത്തിരി ജനം ഈ ലോകത്തിന് മാറ്റപ്പെടും. ഇത് കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഞാൻ കടലിനെയും കരയെയും ഇളക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് വാഗ്ദത്തമാണ്, ഇത് പ്രവചന ശബ്ദമാണ്. അത് അതുപോലെ സംഭവിക്കാൻ പോകുക. പല രാജ്യങ്ങളിൽ, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും സുനാമി ഭീഷണികൾ ഉണ്ടാകാൻ പോകുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന വിധത്തിൽ ചില രാജ്യങ്ങളുടെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സുനാമികൾ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ജനം ഭയപ്പെടുക. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ കാണുന്ന നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. നമുക്ക് സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ചോദിക്കും, കർത്താവേ, ഒരു മനസ്സിലിവ്,
കാണുന്നില്ലല്ലോ. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആർക്കും ഒരു മനസ്സിലും ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നവർക്കൊരു മനസ്സിലും ഉണ്ടാകുന്നില്ലല്ലോ. എൻ്റെ സങ്കടം കണ്ടിട്ട് അവർക്ക് മനസ്സിലും ഉണ്ടാകുന്നില്ലല്ലോ. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും മനസ്സിലും ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷെ നിന്നോട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആമേൻ. നിന്റെ വിഷയത്തിൽ മനസ്സലിയുന്ന, നിന്റെ തലമുറയോട് മനസ്സലിയുന്ന, നിന്റെ കുടുംബത്തോട് മനസ്സലിയുന്ന, നിന്റെ സാഹചര്യങ്ങളോട് മനസ്സലിയുന്ന, നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനോട് മനസ്സലിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു കൂട്ടം ജനം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ 3 ദിവസത്തെ ശുശ്രൂഷയിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ജനം പട്ടിണിയായി മടങ്ങി പോകുമ്പോൾ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി എന്ന് തിരുവചനം പറയുന്നു. അവരെ പട്ടിണിയായി വിട്ടയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും എന്ന് അറിഞ്ഞ കർത്താവ് ഇവരെ ഇങ്ങനെ ഞാൻ വിട്ടയച്ചാൽ വഴിയിൽ വെച്ച് ഇവർ തളർന്നു പോകും എന്ന് അറിഞ്ഞ കർത്താവ് ഞാൻ പട്ടിണിയായി അവരെ വിട്ടയക്കത്തില്ല എന്ന് തിരുവചനത്തിൽ കാണുന്നു. പട്ടിണിയായി വിട്ടയച്ചത് തളരുമെന്ന് അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവരോട് മനസ്സലിവ് തോന്നി. അത് എവിടെയാണ്? ഏത് അന്തരീക്ഷത്തിലാണ്? ഒരു സഭാകളിലല്ല, ഒരു കല്യാണശാലയിലല്ല, ഒരു വിരുന്നശാലയിലല്ല, ഒരു കാടിന്റെ അന്തരീക്ഷത്തിൽ വിശപ്പടക്കാൻ മനസ്സലിവ് കാണിക്കുന്ന ദൈവമുണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നോട് മനസ്സലിവ് കാണിച്ച് നിന്റെ കൊട്ടയെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല നസ്രായൻ ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇവരെ വിട്ടയച്ചാൽ, ഇവരെ ഇങ്ങനെ വിട്ടയച്ചാൽ ഇവർ പോകുന്ന വഴിക്ക് ഇവർ ലക്ഷ്യസ്ഥാനത്ത് ഇവർ എത്തിച്ചേരത്തില്ല. ഇവർ ഇടവഴിയിൽ വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവർ തളർന്നു പോകും. കാരണം ഇവർ പട്ടിണിയാണ്. അവരുടെ ശരീരത്തിന്റെ അവസ്ഥ, അവരുടെ വയറിന്റെ അവസ്ഥ അറിയാൻ യേശുവിന് കഴിയുമെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന്റെ വിഷയം മാത്രമല്ല അവൻ പരിഹരിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ വിഷയത്തിൽ നീ തളർന്നു വീഴും എന്ന് അറിയുന്ന ഒരുവനുണ്ട്. നീ ഏത് വിഷയത്തിലാണ് തളർന്ന് യാത്ര ചെയ്യുന്നത്? നീ ഏത് വിഷയത്തിലാണ് തളർന്നിരിക്കുന്നത്? നീ ഏത് വിഷയത്തിലാണ് തളർന്ന് കരയുന്നത്? ഏത് വിഷയത്തിലാണ് നീ തളർന്ന് യാത്ര ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് നിന്റെ തളർച്ചയെ മാറ്റാൻ കഴിയുന്ന ഒരു നല്ല യേശു ഉണ്ടെന്ന്. ഏത് വിഷയത്തിലാണോ നീ തളർന്നിരിക്കുന്നത് ആ വിഷയത്തിൽ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു നല്ല നസ്രായൻ. ഇത് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കാൻ എനിക്ക് തന്ന ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. വിശ്വസിക്കുന്നവർ അതിനെ ആ ദൂതനെ ഏറ്റെടുക്കാം. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കി നീ വിധിക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കി നീ പിറുപിറുക്കരുത്, നീ പരാതി പറയരുത്. നീ നടക്കുന്ന പോകുന്ന വഴിയിൽ നീ തളരുമെന്ന് അറിയുന്ന ഒരുവനുണ്ടെന്ന്. നിന്റെ ജീവിത സാഹചര്യങ്ങൾ, നിന്റെ യാത്രകൾ, നിന്റെ ആവശ്യങ്ങൾ മറ്റുള്ള ആര് കാണുന്നില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും നീ പേടിക്കണ്ട. നീ പറയാതെ തന്നെ നിന്റെ ആവശ്യത്തെ അറിയുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളിടയ്ക്ക് എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ അറിയാതെ ആയിരങ്ങളുടെ കോടിക്കണക്കിന് ജനങ്ങൾ നിരന്നു നിന്നാലും നിന്റെ ആവശ്യത്തെ അറിയുന്ന, യേശുവിന്റെ കൂടെ നടക്കുന്ന, യേശുവിന്റെ ശബ്ദം കേൾക്കുന്ന, യേശുവിന്റെ മുഴങ്കാലിരിക്കുന്ന, യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിന്റെ വിഷയത്തെ അറിയുന്ന, നിന്റെ വിശപ്പിനെ അറിയുന്ന, നിന്റെ ഭാരത്തെ അറിയുന്ന, നിന്റെ വേദനയെ അറിയുന്ന, നിന്റെ നെടുവീർപ്പിനെ അറിയുന്ന ഒരു നല്ല യേശുവിനെയാണ് നീ ആരാധിക്കുന്നത്. അവൻ നിന്റെ വിഷയത്തിന്റെ മേൽ മനസ്സലിവ് കാണിക്കുന്ന പകലായി പകലതയും മാറ്റും. ജനത്തിന് മനസ്സലിവ് വേണ്ടെന്നേ, മാതാപിതാക്കൾക്ക് മനസ്സലിവില്ല വേണ്ടെന്നേ, മക്കൾക്ക് മനസ്സലിവില്ലല്ലേ വേണ്ടെന്നേ. മനസ്സലിയുന്ന ഒരുവനുണ്ട്. നിന്റെ സാഹചര്യം കണ്ട്, നിന്റെ വിഷയങ്ങൾ കണ്ട്, നിന്റെ രോഗം കണ്ട്, നിന്റെ പട്ടിണി കണ്ട്, നിന്റെ ദാരിദ്ര്യം കണ്ട് നിന്നോട് മനസ്സലിയുന്ന ഒരു നല്ല യേശുവുണ്ട്. നിന്റെ കൈക്ക് പിടിക്കാൻ ആരും വേണ്ടെന്നേ. മനസ്സലിഞ്ഞിറങ്ങി വന്ന് നിന്റെ കൊട്ടയെ നിറയ്ക്കാൻ കഴിയുന്ന, നിന്റെ വീടിനെ നിറയ്ക്കാൻ കഴിയുന്ന, നിന്റെ തലമുറ നിറയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ.
പലരുടെയും പരാതിയും പലരുടെയും ചോദ്യം ഇത് തന്നെയാ. എന്നോട് മനസ്സലിയാൻ ആരുമില്ല പാസ്റ്ററെ, ആരുമില്ല. പക്ഷെ നിന്നോട് മനസ്സലിയവൻ മന്നും ജീവിച്ചിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക. ഒരു അന്തരീക്ഷവും നിനക്കില്ല. അനുഗ്രഹിക്കപ്പെടാൻ, ഉയർച്ച പ്രാപിക്കാനുള്ള ഒരു അന്തരീക്ഷം നിനക്കില്ല. വേണ്ടെന്നേ. കാട്ടിൽ തൃപ്തി വരുത്തിയ ഒരു യേശുവുണ്ട്. ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. വിളമ്പിക്കൊടുക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ വിളമ്പിക്കൊടുക്കാൻ നിന്റെ കയ്യിലൊന്നും ഇല്ലാത്ത നിന്റെ കയ്യിലൂടെ തന്നെ വിളമ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആമേൻ. അവിടെ നിൽക്കുന്ന 12 ശിഷ്യന്മാരുടെ കൈ ശൂന്യമാണ്. ശൂന്യ കയ്യിലൂടെ തന്നെ ആയിരങ്ങൾക്ക് തൃപ്തി വരുത്താൻ വിളമ്പിക്കൊടുക്കാൻ കൊടുത്തൊരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. നിന്റെ കൈ ഇപ്പൊ ശൂന്യമാന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട. ആ കയ്യിൽ കൂടെ തന്നെ നീ അനേകർക്ക് തൃപ്തി വരുത്തുന്നത് പോലെ ദൈവത്തിന്റെ നന്മ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്ന, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്ന ഒരു ദിവസം ഉണ്ട്. നീ അവന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നെങ്കിൽ നിന്റെ കൊട്ട കാലിയാകാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദാരിദ്ര്യം പറഞ്ഞ ഒന്നുമില്ലെന്ന് പറഞ്ഞ കൈകൾ ശൂന്യമാണ്, ഇവർക്ക് വിളമ്പാൻ ഒന്നുമില്ല, സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമല്ല യേശുവേ, ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, പോയി വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല, പൈസയില്ല, കൊട്ടയിലും ഒന്നുമില്ല. വേണ്ട. പക്ഷെ നിങ്ങൾ തന്നെ ഈ ജനത്തെ തൃപ്തിപ്പെടുത്തും. നിങ്ങളുടെ കയ്യിലൂടെ തന്നെ അവർ നന്മ പ്രാപിക്കും. ആമേൻ. നിന്റെ കയ്യിലൂടെ തന്നെ നിന്റെ കുടുംബം നന്മ പ്രാപിക്കും. പറഞ്ഞേ, നിന്റെ കയ്യിലൂടെ തന്നെ നിന്റെ കുടുംബം നന്മ പ്രാപിക്കും. നിന്റെ കയ്യിലൂടെ തന്നെ നിന്റെ മക്കൾ നന്മ പ്രാപിക്കും. നിന്റെ കയ്യിലൂടെ തന്നെ നിന്റെ പാരന്റ്സ് നന്മ പ്രാപിക്കും. നിന്റെ കയ്യിലൂടെ തന്നെ നിന്റെ കുടുംബക്കാർ നന്മ പ്രാപിക്കും. ഇപ്പൊ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും നിന്നെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ആ കോട്ട എങ്ങനെ നിറയ്ക്കാനാ? പക്ഷേ എന്റെ ചോദ്യം, ഇവര് കാടിന്റെ അന്തരീക്ഷത കൂടിയേക്കുന്നേ. പക്ഷെ ഇന്നൊക്കെ സഞ്ചി കൊണ്ടാ പോന്നെ. എവിടെ പോയാലും സഞ്ചി കൊണ്ട് പോകുന്നവരുണ്ട്, സഞ്ചി കൊണ്ട് ബാഗുണ്ട്. പക്ഷെ അന്ന് സഞ്ചി ബാഗൊന്നും ഇല്ല, അന്നുള്ള കൊട്ടകളുണ്ട് പോയെ. കൊട്ട കൊണ്ട് പോകുമ്പോൾ ആ കൊട്ടയ്ക്കകത്തൊന്നുമില്ല, വെറും കാലി കൊട്ട കൊണ്ട് പോയേക്കുന്നേ. ചിലര് കൊട്ടയം കൊണ്ട് വരുമ്പോൾ ചിന്തിക്കും ഈ കൊട്ടയ്ക്കകത്ത് എന്താ ഉണ്ടെന്ന്. ഒന്നുമില്ല. ചിലര് ബാഗ് കണ്ട് ഫാഷൻ ബാഗുകളായിരിക്കും, പക്ഷെ ബാഗിനകത്തൊന്നും കാണത്തില്ല. ലെതറിന്റെ ബാഗൊക്കെ ആയിരിക്കും, പക്ഷെ അതിനകത്തൊന്നും കാണത്തില്ല. പക്ഷേ പുറമെ നോക്കുന്ന ജനത്തിന് ഭയങ്കര സെറ്റപ്പായി തോന്നിയാലും നിന്റെ അകത്തൊരു സെറ്റപ്പും ഇല്ലെന്ന് അറിയുന്നൊരു കർത്താവുണ്ട്. ആമേൻ. ആ കാലിയായ കൊട്ടകളെ നിറച്ചതുപോലെ ഒരു സാഹചര്യമില്ലാത്ത സ്ഥലത്ത് കൊട്ട കൊണ്ട് ഇവർ വിശ്വാസത്താൽ പോയതായിരിക്കാം. അമ്മ ഇവരുടെ കൊട്ട കാലിയാണ്, ഒന്നുമില്ല. പക്ഷേ അമ്മ കാലിക്കൊട്ട കൊണ്ടല്ല അവർ തിരിച്ചു മടങ്ങിയത്. അവരുടെ കൊട്ടയ്ക്കകത്ത് നിറച്ചു കൊടുത്ത ഒരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവർ നിറച്ചത് എവിടെയാണ്? ഒരു വിശാലതയുള്ള സ്ഥലത്തല്ല, ഒരു ഫംഗ്ഷനിലല്ല നിറച്ചത്. കാടിന്റെ അന്തരീക്ഷത്തിൽ കൊട്ടയെ നിറച്ച ഒരു കർത്താവ് ഇന്നും ഉണ്ട്. ആമേൻ. കാടിന്റെ അന്തരീക്ഷത്തിൽ കൊട്ടയെ നിറച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട് കാടിന്റെ അന്തരീക്ഷമാണെങ്കിലും, നിങ്ങളുടെ തലമുറ കാടിന്റെ അന്തരീക്ഷമാണെങ്കിലും, നിങ്ങളുടെ ജീവിത പങ്കാളി കാടിന്റെ അന്തരീക്ഷമാണെങ്കിലും, അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ. കാലിക്കൊട്ടകളുമായി ഇന്ന് വന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു, സമാധാനത്തിന്റെ കാലിക്കോട്ടയാണോ? സമ്പത്തിന്റെ കാലിക്കോട്ടയാണോ? പ്രാർത്ഥനയുടെ കാലിക്കോട്ടയാണോ? ദാരിദ്ര്യത്തിന്റെ കാലിക്കോട്ടയാണോ? ആരാധനയുടെ കാലിക്കോട്ടയാണോ? ആ കാലിക്കോട്ടകളെ നിറയ്ക്കാൻ കഴിയുന്നവരുണ്ട്. നീ യേശുവിന്റെ അടുക്കൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ അവന്റെ കൂടെ ചേർന്ന് നടക്കാൻ തയ്യാറാണെങ്കിൽ, ഏത് കൊട്ടയാണോ കാലിയായിട്ടിരിക്കുന്നത്, നിന്റെ തലമുറ എന്ന കൊട്ടയാണ് കാലിയായിട്ടിരിക്കുന്നത്, നിന്റെ ജീവിത പങ്കാളി എന്ന കൊട്ടയാണ് കാലിയായിട്ടിരിക്കുന്നത്, അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് ഉണ്ടെന്ന് നീ ഈ ദൂതനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, കാലിയായിട്ടിരിക്കുന്ന നിന്റെ തലമുറ ഒരു നന്മയ്ക്കും ഗതിയില്ലാതെ, ഒരു ജോലി ലഭിക്കാതെ, ഒരു നന്മയുണ്ടാകാതെ, ആമേൻ, അവർക്കൊരു വിശാലത ഉണ്ടാകാതെ കാലിക്കൊട്ടയുമായിരിക്കുന്ന തലമുറയെ നോക്കി നീ പറയുക, ഇത് നിറവിന്റെ കൊട്ടയായി മാറും. കാലിക്കൊട്ടയായി നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി നോക്കി പറ, ഇത് നിറവിന്റെ കോട്ടയായി മാറും.
വിശ്വാസം പ്രഖ്യാപിക്കാനും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ.